ഷോമിയുടെ റോബോമോപ്പിൻ്റെ പാഡ് കംപ്ലൈൻ്റായി, വെള്ളം വരുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ റോബോമോപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം പറയുവാണ്. റോബോമോപ്പിനകത്തിൽ ഇതിൽ പാഡിൽ കുറേ നാൾ ഒരു 1-2 ആഴ്ചയിൽ കൂടുതൽ വെള്ളം ഇട്ട് വെക്കാൻ പാടില്ല. കാരണം അങ്ങനെ പാഡ് ഇട്ട് വെച്ചാൽ അത് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കംപ്ലൈൻ്റ് ആയതാണ് ഇത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റോബോമോപ്പ് ഊരി പുതിയത് വന്നിട്ടുണ്ട്, അത് ഞാൻ മാറിയിടുകയാണ്. അപ്പം അതിട്ട് കഴിയുമ്പോഴത്തേന് ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോപ്പ് ഒരാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ അത് കൺഫേം ആയിട്ടും നിങ്ങളത് റോബോമോപ്പിൻ്റെ ഇത് മാത്രമല്ല മറ്റുള്ള ഭാഗങ്ങളെല്ലാം ഊരി അത് ക്ലീൻ ചെയ്യണം. അത് നിർബന്ധമായിട്ട് ചെയ്യണം. അത് കാരണം കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ അതിൽ ഡസ്റ്റും മുടിയും കയറി അതിൻ്റെ സ്പീഡ് കുറയാൻ കംപ്ലൈൻ്റ് ആവാനും ചാൻസ് ഉണ്ട്. കംപ്ലൈൻ്റ് ആവുന്നതിന് കൂടുതൽ നമുക്കത് പ്രോപ്പറായിട്ട് അതിൻ്റെ യൂസ് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എല്ലാവരും കുറേ പേരുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട് ക്ലീൻ ചെയ്യാതെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം റോബോമോപ്പ്. എങ്കിലേ അതിൻ്റെ സ്പീഡും അത് പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങും നമുക്ക് അത് ഡാമേജ് ആവാതെ നമുക്കത് കൊണ്ട് നടക്കണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ അത് ക്ലീൻ ചെയ്തിരിക്കണം.